നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം വീണ്ടും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗദിയിൽ ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ പുതുക്കിയിരിക്കുകയാണ് അധികൃതർ. ഇനി മുതൽ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനിടയിൽ നടത്തിയ കോവിഡ് RT-PCR പരിശോധനാ റിപ്പോർട്ട് കൈവശം വയ്ക്കണമെന്നാണ് പുതിയ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദിയിലേക്ക് വരുന്ന സ്വദേശികളും വിദേശികൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് നിർദ്ദേശങ്ങൾ പുതുക്കിയത്. അതേസമയം സൗദിയിൽ നിന്ന് പുറത്തു പോകുന്ന സൗദി പൗരന്മാർ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഫെബ്രുവരി 9 പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. എന്നാൽ 8 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് കോവിഡ് പരിശോധന ആവശ്യമില്ല. നേരത്തെ യാത്രയ്ക്കായി പുറപ്പെടുന്നവർ 72 മണിക്കൂറിനിടയിലെ കോവിഡ് പരിശോധനാ ഫലം കരുതണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശമാണ് ഇപ്പോൾ 48 മണിക്കൂറാക്കി കുറച്ചിരിക്കുന്നത്. ഫെബ്രുവരി 9 പുലർച്ചെ 1 മണി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ നിന്ന് പുറത്തു പോകുന്ന സൗദി പൗരന്മാർക്ക് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ബൂസ്റ്റർ ഡോസ് എടുക്കണം. വാക്സിന്റെ 2 ഡോസ് എടുത്ത് 3 മാസം പൂർത്തിയായവരാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ കഴിയും. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നിർബന്ധമില്ല. 18 വയസ്സ് മുതൽ പ്രായമുള്ളവർ പൊതുയിടങ്ങളിൽ പ്രവേശിക്കാൻ ബൂസ്റ്റർ ഡോസ് എടുക്കണം. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഈ നിർദ്ദേശവും നിർബന്ധമാക്കിയിട്ടുണ്ട്. 2ാമത്തെ ഡോസ് എടുത്ത് 8 മാസങ്ങൾക്ക് ശേഷമാണ് ഈ നിബന്ധന ബാധകമാക്കുക. എന്നാൽ വാക്സിൻ എടുക്കുന്നതിൽ ആരോഗ്യവകുപ്പ് ഇളവ് നൽകിയവരെയും ഈ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കി. അതേസമയം സൗദി അറേബ്യയിൽ 24 മണിക്കൂറിനിടെ 3013 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗികളിൽ 4824 പേർ സുഖം പ്രാപിച്ചു. രോഗബാധിതരിൽ 3 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം 7,5637 ആയി. ആകെ രോഗമുക്തരുടെ എണ്ണം 6,62,819 ആയി ഉയർന്നു. ആകെ മരണസംഖ്യ 8,983 ആയി. രാജ്യത്താകെ ചികിത്സയിൽ കഴിയുന്നത് 33,865 പേരാണ്. ഇതിൽ 1,086 പേരാണ് ഗുരുതര നിലയിൽ ഉള്ളത്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.93%, മരണനിരക്ക് 1.26%. 24 മണിക്കൂറിനിടെ 1,13,246 RT-PCR പരിശോധനകൾ നടത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.